എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. എടോ, ഈ മത്സര പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പിടി ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ PSC കെമിസ്ട്രി വിഭാഗത്തിൽ നിന്ന്, കെമിസ്ട്രി ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇത് നോക്കിയാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ന്യൂട്രോൺ കാണപ്പെടുന്നില്ല, മാസ് നമ്പർ 1 ആണ്, ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകത്തെ കണ്ടെത്തിയത്. ഇതിൽ ഏത് ക്ലൂ തന്നു കഴിഞ്ഞാലും നമുക്ക് ഈ മൂലകത്തെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണെടോ? ഏതാണ്? ഓപ്ഷൻ ബി, ഹൈഡ്രജൻ ആണ്. എടോ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, അങ്ങനെ പോവുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോസ് ചെയ്യുക. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ ഉത്തരം പറയുക, എന്നിട്ട് ആ ഉത്തരം കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക കേട്ടോ. ശരി, അപ്പോൾ ഹൈഡ്രജനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഹൈഡ്രജന്റെ കാര്യം, ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ എന്തില്ല? ന്യൂട്രോൺ ഇല്ല അല്ലേ? ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹൈഡ്രജന്റെ അറ്റോമിക നമ്പറും മാസ് നമ്പറും എന്ത് തന്നെയാണ് വരുന്നത്? 1 തന്നെയാണ് വരുന്നത്. മാത്രമല്ല, ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ആറ്റമുള്ള മൂലകം, ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം, ഇതെല്ലാം ഹൈഡ്രജൻ ആണ്. മാത്രമല്ല, പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം, സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം, ഇതെല്ലാം ഹൈഡ്രജൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേ രണ്ടാമത്തെ ചോദ്യം, ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ JJ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയായത്. ഇതൊക്കെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആണ്. പ്രസ്താവനകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നൊന്ന് നോക്കുക. ശരിയടാ, JJ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു, ഇലക്ട്രോണിനെ കണ്ടെത്തി, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി, ന്യൂട്രോണിനെ കണ്ടെത്തി. ഒന്നാലോചിച്ച് നോക്കിയേ, JJ തോംസണുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന. ശരി, ആദ്യം നമുക്ക് JJ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ പ്ലം പുഡിംഗ് മാതൃക, അല്ലെങ്കിൽ ക്രിസ്മസ് പുഡിംഗ് മാതൃക, അതുമല്ലെങ്കിൽ റസിൻ പുഡിംഗ് മാതൃക, തണ്ണിമത്തൻ മാതൃക മുന്നോട്ട് വെച്ചത് ആര് തന്നെയാണ്? JJ തോംസൺ ആണ്. ഇലക്ട്രോണിനെ കണ്ടെത്തിയത്, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോണിനെ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. ഇതിനെല്ലാം ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹം ഇതെല്ലാം കണ്ടെത്തിയത്. അപ്പോൾ ന്യൂട്രോണിനെ കണ്ടെത്തിയത് എന്നുള്ളതാണ് തെറ്റായ ഓപ്ഷൻ. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആരാ? ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുക, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, പ്രസ്താവന ടൈപ്പ് ചോദ്യം വരുമ്പോൾ ശരിയായതേത്, ശരിയല്ലാത്തതേത്, ബന്ധപ്പെട്ടതേത്, ബന്ധപ്പെടാത്തതേത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കുക. ബന്ധപ്പെടാത്തതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മൂവിങ് ഓൺ, മൂന്നാമത്തെ ചോദ്യം, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം. ന്യൂക്ലിയർ റിയാക്ടറുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പല ഓപ്ഷൻസ് വരും. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നത് ഡ്യൂട്ടീരിയമാണ്. ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡായ ഘനജലം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഇവിടെ ചോദിച്ചത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമാണ്. ഓപ്ഷൻസ് നോക്കിയടാ, കാർബൈഡ്, സമ്പുഷ്ട യുറേനിയം, ഹൈഡ്രജൻ, തോറിയം. ഉത്തരം സമ്പുഷ്ട യുറേനിയം. യുറേനിയത്തിന്റെ ഐസോട്ടോപ്പായ യുറേനിയം 235, യുറേനിയം 235 ആണ് ആണവ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി പ്ലൂട്ടോണിയം, തോറിയം, ഇവയെല്ലാം ആണവ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന മറ്റു കുറച്ച് ആളുകളാണ് കേട്ടോ. യുറേനിയം, പ്ലൂട്ടോണിയം, തോറിയം, ഇവയെല്ലാം ആണവ റിയാക്ടറുകളിൽ ഇന്ധനങ്ങളാണ്. ഇതിൽ തോറിയവും പ്ലൂട്ടോണിയവും ചോദ്യം വന്നിട്ടുള്ളതാണ്, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നാലാമത്തെ ചോദ്യം വീണ്ടും ഒരു പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻ. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല, ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു, ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ 3 പ്രസ്താവനകൾ പരിശോധിച്ച് ഇതിൽ ശരിയായ ഉത്തരം, ഓക്കെ ശ്രദ്ധിക്കുക, ശരിയായ ഉത്തരം കണ്ടെത്തുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹൈഡ്രജനെ കുറിച്ച് ഒരുപാട് പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഹൈഡ്രജന് നിറമോ മണമോ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ സൂര്യനിലും ഏറ്റവും അധികം കാണപ്പെടുന്ന വാതകമാണ്. സ്വയം കത്തുന്ന വാതകമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. അപ്പൊ എന്താണ്? ഒന്നാമത്തത് കറക്റ്റാണ്. രണ്ടാമത്തത്, ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ജലത്തിൽ ലയിക്കുന്നുണ്ടോ ഹൈഡ്രജൻ? ഹൈഡ്രജൻ ജലം ഉണ്ടാക്കിയിട്ടുള്ളത് H2O ആണ്. 2 ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയുമായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കും എന്ന് നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം. പക്ഷേ ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് ജലത്തിൽ ലയിക്കുന്നില്ല എന്നുള്ളതാണ്. സ്പാരിംഗിൽ സോലിബിൾ ആണ്. ഹൈഡ്രജൻ ഒരു ദ്വയാറ്റോമിക തന്മാത്ര. വളരെ ശരിയാണ്. H2, O2, N2, Cl2, F2 ഇവരെല്ലാം ഈ സാധാരണ കാണുന്ന ഈ വാതകങ്ങളെല്ലാം ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്ന ഓപ്ഷനിൽ 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഇവിടെ ഈ തന്നതിൽ ഏത് മാത്രമാണ് തെറ്റ്? 2 മാത്രമാണ് തെറ്റുള്ളത്. 2 മാത്രമാണ് തെറ്റുള്ളത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം. ഒന്ന് ഓർക്കുക, ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ കേട്ടോ. അറ്റോമിക സംഖ്യ 8ആയ മൂലകമാണ്. അറ്റോമിക സംഖ്യ 8ആയ മൂലകം ഇതിലേതാണിടൂ? ഹൈഡ്രജൻ ആണോ, കാർബൺ ആണോ, നൈട്രജൻ ആണോ, ഓക്സിജൻ ആണോ? യെസ്, ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. ഓക്കെ, അപ്പൊ അറ്റോമിക സംഖ്യ, നമ്മൾ അറ്റോമിക സംഖ്യ 1 മുതൽ 10 വരെ ഇങ്ങനെയാ പഠിച്ചു വെക്കുക. ചെറിയൊരു കോഡ് ഓർക്കുകയാണെങ്കിൽ ഹായ് ഹലോ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. അല്ലെങ്കിൽ ചിലവർ ഹായ് ഹലോ BBC ന്യൂസ് ഓഫ് ആക്കി ഞാൻ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഹൈഡ്രജൻ അറ്റോമിക നമ്പർ 1ആയ മൂലകമാണ് ഹൈഡ്രജൻ. 2ആയ മൂലകം ഹീലിയം, 3ആയ മൂലകം ലിഥിയം, 4 ബെറീലിയം, 5 ബോറോൺ, 6 കാർബൺ. കാർബണിന്റെ അറ്റോമിക നമ്പർ മുതൽ അങ്ങോട്ട് അതിനുള്ളിൽ തന്നെ അതിന്റെ അറ്റോമിക നമ്പർ ഉണ്ട് എന്നുള്ളതാണ്. നോക്കിയടാ, കാർബൺ 6 കണ്ട, നീട്ടി അങ്ങ് എഴുതിയാ പോരെ. നൈട്രജൻ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഒന്ന് തിരിച്ചിട്ടാൽ വേറൊരു നമ്പർ നമുക്ക് കിട്ടൂലേ? ദേ നൈട്രജൻ ഞാൻ ഇങ്ങനെ എഴുതാനാ പോണെന്നുണ്ടെങ്കിൽ 7 കിട്ടിയില്ലേ? ഓക്സിജൻ 2 ഓക്സിജൻ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ അറ്റോമിക നമ്പറായി. ഫ്ലൂറിൻ തിരിച്ചെഴുതുക, F തിരിച്ചെഴുതുക, കണ്ട ഫ്ലൂറിന്റെ അറ്റോമിക നമ്പറായി. നിയോൺ എന്നാണ് ആ മൂലകത്തിന്റെ പേര്. PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അറ്റോമിക നമ്പർ 10ആയ മൂലകം. എന്താ ബുദ്ധിമുട്ട്? ഇവിടെ ഒരു ടി ഇട്ട് കൊടുത്താൽ പോരെ, 10. അപ്പൊ അറ്റോമിക നമ്പർ 10ആയ മൂലകം നിയോൺ. ക്ലിയർ ആണ്? 10. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 7ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ അല്ലെങ്കിൽ ഉപലോഹം അല്ലാത്തവ. നോക്കുക, അല്ലാത്തവ. നമ്മളൊരു ഉപലോഹം, ഓക്കെ സിലിക്കൺ ഉപലോഹം മാർക്ക് ചെയ്തു. സന്തോഷത്തോടെ നോക്കുമ്പോഴാ അയ്യോ അല്ലാത്തതാ ചോദിച്ചേന്ന് വരിക. ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നല്ലോണം നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് പോവുക. സിലിക്കൺ എന്ന് പറയുന്നത് ഒരു ഉപലോഹമാണ്, ആർക്കും ഡൗട്ടില്ല. ജർമേനിയം വീണ്ടും ഒരു ഉപലോഹമാണ്, ഡൗട്ടില്ല. മഗ്നീഷ്യം ടെലൂറിയം ഒരു ഉപലോഹമാണ്, ആർക്കും ഡൗട്ടില്ല. എന്നാൽ മഗ്നീഷ്യം എന്ന് പറയുന്നത് 2ാം ഗ്രൂപ്പിലെ മൂലകമാണ്. 1ാം ഗ്രൂപ്പിലും 2ാം ഗ്രൂപ്പിലും D ബ്ലോക്കിലും. അതായത് ഇങ്ങനെ ആലോചിക്കുക, ആവർത്തന പട്ടികയിൽ 1, 2 ഗ്രൂപ്പിലും അത് കഴിഞ്ഞ് വരുന്ന D ബ്ലോക്കിലും ഇവിടെ മൊത്തം അതായത് S ബ്ലോക്കിലും D ബ്ലോക്കിലും എന്ത് മാത്രമേ ഉള്ളൂ? ലോഹങ്ങൾ മാത്രം. അപ്പൊ അവിടെ ഉപലോഹങ്ങൾ എന്ന് പറയുന്നതോ അലോഹങ്ങൾ എന്ന് പറയുന്ന ആളുകളോ ഇവിടെ ഇല്ല. പിന്നെ വരുന്ന P ബ്ലോക്കിനുള്ളിലാണ് ആര് വരുന്നത്? ഈ
ഉപലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹങ്ങൾ എല്ലാം കൂടി മിക്സഡ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ മഗ്നീഷ്യം നമുക്കറിയാം ആൽക്കലൈൻ എർത്ത് ലോഹമാണ്, 2ാം ഗ്രൂപ്പിലെ മൂലകമാണ്. സോ ഇവിടെ ഉപലോഹം അല്ലാത്തത് മഗ്നീഷ്യമാണ്. 8ാമത്തെ ചോദ്യം നോക്കിയത് അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമം എന്ത്? കഴിഞ്ഞ ശനിയാഴ്ച ചോദിച്ച ക്വസ്റ്റ്യൻ. അറ്റോമിക സംഖ്യ 120. എന്നോട് കുറേ പേര് ചോദിച്ചു, മിസ്സേ അതൊന്ന് പറഞ്ഞു തരുമോ, എങ്ങനെ അറ്റോമിക സംഖ്യ 120 മൂലകം പറയുക എന്നൊക്കെ. അപ്പോൾ അറ്റോമിക സംഖ്യ 120 അല്ലെങ്കിൽ 100ന് ശേഷമുള്ള മൂലകങ്ങളെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ പേര് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു നമ്പർ ഒന്ന് ആലോചിക്കുക. ഓക്കെ, അതായത് നിൽ എന്നാണ് 0ന് പറയുക, നിൽ ഇല്ല. ഉൺ എന്നാണ് 1ന് പറയുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ. ബൈ എന്നാണ് നമ്മൾ 2ന് പറയുക. ട്രൈ എന്നാണ് 3ന് പറയുക. ടെട്ര, പെൻഡ, ഹെക്സ ഈ പേരുകളൊക്കെ തന്നെയാണ് നമ്മൾ ഇവർക്കും കൊടുക്കുക 100ന് ശേഷം. അപ്പൊ അറ്റോമിക നമ്പർ 101 ആയ മൂലകം, 101 ആയ മൂലകത്തിന് പേരിട്ട് കൊടുക്കണമെന്ന് എങ്ങനെ നോക്കാം. ഇതിന് ഒരു ഉൺ അല്ലെ, യൂണിറ്റ് ഉൺ, പിന്നെ ഇതിന് നിൽ, പിന്നെ ഇതിന് ഒരു ഉൺ, പിന്നെ എന്തിട്ട് കൊടുക്കണം, നിയം. ഓക്കെ, ഇത് നമ്മൾ ആ പേരിൻ്റെ കൂടെ ചേർക്കും. അപ്പോൾ ഉണ്ണിൽ നിയം. ഓക്കെ, ഉണ്ണിൽ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്ത് പറയും, അണ്ണിൽ അന്യം എന്ന് പറയാം. ഓക്കെ, 101ാമത്തെ മൂലകം. ഇവിടെ നമ്മളോട് ചോദിച്ചത് 120 ഓക്കെ, ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതേ 111ാമത്തെ മൂലകാണെങ്കിൽ എങ്ങനെ പേര് കൊടുക്കും, ഉൺ 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 ഇയം. 113ാമത്തെ മൂലകം അല്ലേ, 113ാമത്തെ മൂലകത്തിന്റെ പ്രത്യേകത എന്താ, നിഹോണിയം എന്നാണ് ഇതിന്റെ പേര്. ഈ മൂലകം കണ്ടെത്തിയത് ജപ്പാൻകാരാണ്. ആദ്യത്തെ കിഴക്കൻ ഏഷ്യൻ രാജ്യം പേരിടുന്ന മൂലകമാണ്. നിഹോണിയം എന്നതിന് പേരുണ്ട്. എന്നാലും ഇവർക്ക് പേരിട്ട് കൊടുക്കാൻ ഒരു IUPAC സിസ്റ്റം ആദ്യമൊക്കെ ഇവർ ഈ പേരിലാണ് അറിയപ്പെടുത്തിയിരുന്നത്. എന്താ പേര്, ഉൺ ഉൺ ട്രൈ, പിന്നെ നമ്മൾ എന്തിട്ട് കൊടുക്കും, ഒരു IUM, ഉണുൺട്രിയം, അണുൺട്രിയം. പേരെങ്ങനെ വേണമെങ്കിലും വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 120-നൊന്ന് പേരിട്ട് കൊടുത്തു നോക്കിയേ. അൺ, 2ന് ബൈ, 3ന് 0ന് നിൽ, പിന്നെന്ത് വരും, ഒരു IUM നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പം എന്ത് പേര് വയ്ക്കാം, അൺബൈനിലിയം അല്ലേ, അൺബൈനിലിയം. ഏതാ ഓപ്ഷൻ വരുന്നത്, 120, അൺബൈനിലിയം. അൺബൈപെൻഡിയം, അൺബൈപെൻഡിയം ഇതൊക്കെ 2ാമത്തെ ഓപ്ഷനാണ്. ഇത് എത്ര നമ്പർ വരിക, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 5. കണ്ട, അൺപെൻഡിയം മീൻ അൺബൈപെൻഡിയം. 125ാമത്തെ മൂലകം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. സപ്പോസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇങ്ങനെ പേരിട്ട് കൊടുക്കാമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, IUPAC നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി ഇങ്ങനത്തെ ഏത് നമ്പർ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കണ്ട വീഡിയോൻ്റെ താഴെ നിങ്ങൾ ഒരു കമൻ്റ് ആയിട്ടിടുക. നമ്മൾ ഏറ്റവും അവസാനമായിട്ട് അല്ലെങ്കിൽ ആവർത്തന പട്ടികയിലെ അവസാന മൂലകമാണ് 118ാമത്തെ മൂലകം. നമുക്കറിയാം ഈ മൂലകത്തിന് അന്തസ്സായ ഒരു പേരുണ്ട് ഇല്ലേ, ഒഗാനസൺ എന്നൊരു പേരുണ്ട്. ഒരു സയന്റിസ്റ്റായ ഓർഗനൈസറിന്റെ പേരിൽ നിന്ന് പേരിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ IUPAC നാമം എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഹോംവർക്കാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം, റൂദർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം എന്താണ്? ആറ്റം മാതൃക നമ്മൾ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, റൂദർഫോർഡ് ആറ്റം മാതൃക കണ്ടെത്താനായിട്ട് നടത്തിയ പരീക്ഷണമാണ് ആൽഫ കണിക പരീക്ഷണം. ആൽഫ കണങ്ങളെ നേർത്ത സ്വർണ്ണത്തകിടിലൂടെ കടത്തിവിടുകയാണ് ഈ പരീക്ഷണത്തിലൂടെ റൂദർഫോർഡ് ചെയ്തത്.
സ്വർണ്ണത്തകിടിൽ തട്ടി ആൽഫ കണങ്ങൾ തിരിച്ചു വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. എന്നാൽ ഇദ്ദേഹം അവിടെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാനുണ്ട്. മിക്കവാറും ആൽഫ കണങ്ങൾ അതിനുള്ളിലൂടെ യാതൊരു തടസ്സവുമില്ലാതെ കടന്നുപോയി എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തിയ ഒരു കാര്യം, ഒബ്സർവേഷൻ. സോ മിക്കവാറും ആൽഫ കണങ്ങളും അതിലൂടെ വ്യതിയാനമില്ലാതെ കടന്നുപോയി. എന്നാൽ വളരെ ചെറിയ അളവിൽ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ നേരിയൊരു വ്യതിചലനമൊക്കെ കാണിക്കാൻ തുടങ്ങി. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ തട്ടി നേരിയൊരു വ്യതിചലനം കാണിക്കാൻ പറ്റി. ആൽഫ കണങ്ങളുടെ ഒരു ചെറിയ ഭാഗം ചെറിയ കോണളവിൽ വ്യതിചലിച്ചു, ശരിയാണ്. വളരെ കുറച്ച് ഇൻ ദ സെൻസ് വളരെ കുറച്ച് ആറ്റം എന്ത് ചെയ്തു, അവിടെ എത്തി 120 ഡിഗ്രിയിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചടിച്ചു, 180 ഡിഗ്രിയിൽ. അത് വളരെ കുറച്ചില്ലേ. അതായത് 20,000 ആൽഫ കണത്തിനെ വിട്ടപ്പോൾ അതിൽ 1 എന്ന തോതിലാണ് തിരിച്ചടിച്ചത്. അതോ സോ ഓപ്ഷൻ സി മീൻ വളരെ കുറച്ച് കണങ്ങൾ 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. ഇത് മൂന്നുമാണ് ആൽഫ സ്കാറ്ററിംഗ് പരീക്ഷണം, ആൽഫ കണിക പരീക്ഷണം നടത്തിയപ്പോൾ റൂദർഫോർഡിന് കാണാൻ സാധിച്ചത്. നമ്മളടുത്ത് തെറ്റായതാണ് ചോദിച്ചത്, അണ്ടർലൈൻ ചെയ്യുക, തെറ്റായതാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ ഉത്തരം എന്തുവരും? സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണവും തട്ടി തിരിച്ചു വന്നില്ല. വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ വന്നില്ല, എല്ലാം ഉള്ളിലൂടെ കടന്നുപോയി. റൂദർഫോർഡിന്റെ ആൽഫ കണിക പരീക്ഷണങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചോളുക. ദെൻ 10ാമത്തെ ചോദ്യം, ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? സ്മെല്ല് കിട്ടാനായിട്ട് ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? മീഥൈൽ ഐസോസൈനേറ്റ്, ഈഥൈൽ മെർക്യാപ്റ്റൈൻ, സോഡിയം ബൈകാർബണേറ്റ്, TEC പൗഡർ. ഏതാ? ഈഥൈൽ മെർക്യാപ്റ്റൈൻ. ശരിക്കും പാചകവാതകം, അതായത് ബ്യൂട്ടൈൻ ആയാലും പ്രൊപ്പെയിൻ, ഈഥൈൽ, ഇവർക്കൊന്നും എന്തില്ല, സ്മെല്ലില്ല. അപ്പോൾ അത് ലീക്കാവുന്നത് നമുക്കറിയില്ല. അഥവാ ഗ്യാസ് സ്റ്റവ് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാലും അത് കത്തിക്കാൻ മറന്നു പോയി, അല്ലെങ്കിൽ ചോറ് തിളച്ചു പോയി, വെള്ളം തീ കെട്ടുപോയി, ഇത് ഗ്യാസ് അങ്ങനെ ലീക്കാവുന്നുണ്ട് നമുക്ക് മണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളപ്പോൾ പിന്നീട് കുറേ കഴിഞ്ഞ് പോയി ചെന്നിട്ട് നമ്മൾ അറിയാതെ കത്തിച്ചാൽ അപകടം ഉണ്ടാകും. അപ്പോൾ ഗ്യാസ് ലീക്കാവുന്നുണ്ട് എന്നറിയാൻ അതിൽ സ്മെല്ലിനായി ഒരു വസ്തു ചേർക്കുന്നുണ്ട്, അതാണ് ഈഥൈൽ മെർക്യാപ്റ്റൈൻ. പഠിച്ചു വെച്ചോളാം. മീഥൈൽ ഐസോസൈനേറ്റ് എന്നുള്ള പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും അല്ലേ? MIC ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകമാണ് മീഥൈൽ ഐസോസൈനേറ്റ്. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ് പിന്നെ അപ്പക്കാരം എന്നറിയപ്പെടുന്ന പദാർത്ഥം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിത് 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ പഠിച്ചത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വന്ന 10 ചോദ്യങ്ങൾ. ഓക്കെ, നമുക്കൊന്നും കൂടി നോക്കാം. ഓക്കെ, 5 കഴിഞ്ഞ് ഞാൻ 6ാമത്തെ ചോദ്യം പറഞ്ഞില്ല അല്ലേ? എടാ, 6ാമത്തെ ഒരു ചോദ്യം കൂടി, 6th ക്വസ്റ്റ്യൻ. 6ാമത്തെ ചോദ്യം നോക്കിയേ. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡ്രൈ ഐസ്, ഉണങ്ങിയ ഐസോ? വെള്ളത്തിനെ തണുപ്പിച്ചല്ലേ നമ്മൾ ഐസാക്കുക? അല്ല, വേറെ പല സാധനങ്ങളെയും തണുപ്പിച്ച് ഐസാക്കുന്നതിൽ ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജുകളിലൊക്കെ ഇങ്ങനെ ഡാൻസ് പെർഫോമൻസിൻ്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ ഒരു ഫോഗ് വരുന്ന അന്തരീക്ഷമില്ലേ, പുകയിടുന്ന അന്തരീക്ഷമില്ലേ, അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലൈമറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഡ്രൈ ഐസ് അല്ലെങ്കിൽ ഖര കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കും. ഖര കാർബൺ ഡൈ ഓക്സൈഡ്, ഇതാണ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത്. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.